all, welcome to Magical Mentor. In this lecture, we will discuss some important terms associated with electrical machines like coil span, pole pitch, front pitch, back pitch, commutator pitch, etc. Okay, let's start. First one, coil span. എന്താണ് coil span എന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു coil വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഒരു coil സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്യുന്നു. അത് എൻഡ് ചെയ്യുന്നതൊക്കെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലാണെന്നൊക്കെ അറിയാം. അതൊക്കെ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ കോയിൽ സ്പാൻ എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒരു കോയിലിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ അതായത് ഈ കോയിലിൻ്റെ ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ കോയിൽ സ്പാൻ എന്ന് വിളിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ വാട്ട് ഈസ് എ കോയിൽ സ്പാൻ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ കോയിൽ. ഒരു കോയിലിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കോയിൽ സ്പാൻ. അപ്പോൾ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഏത് കോയിൽ എടുത്ത് അതിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് ഡിഗ്രീസിലാണ്. ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ ഡിഗ്രീസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. സോ ഒരു കോയിൽ സ്പാൻ എന്ന് പറയുമ്പോൾ അത് മെഷർ ചെയ്തെടുക്കുമ്പോൾ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ആ വൈൻഡിങ്ങിനെ നമ്മൾ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് എന്നായിരിക്കും പറയുന്നത്. എന്നാൽ അത് മെഷർ ചെയ്യുമ്പോൾ ലെസ് ദാൻ 180 ഡിഗ്രി, അത് എന്ത് വേണോ ആവാം, 170 ആവാം, 160 ആവാം, എത്ര വേണോ ആവാം, അത് ലെസ് ദാൻ 180യിൽ ഏത് മെഷർമെൻറ്റ് കിട്ടിയാലും ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. അതാണ് നമ്മൾ കോയിൽ സ്പാനിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് കോയിൽ സ്പാൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ കോയിൽ. ഇത് ഇലക്ട്രിക്കൽ ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഇത് 180 ഡിഗ്രി ആണ് മാക്സിമം മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫുൾ പിച്ച്ഡ് കോയിൽ എന്നും ലെസ് ദാൻ 180 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് പിച്ച്ഡ് കോയിൽ, ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ് എന്നും പറയും. ഇനി ഇതിനെ നമുക്ക് ഒരു ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ പി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോയിൽ സ്പാനിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പൈ ഇൻറ്റു ഡി ബൈ പി. ഇതിൽ ഡി എന്ന് പറയുന്നത് ആർമേച്ചറിൻ്റെ ഡയമീറ്റർ ആണ് ഇൻ മീറ്റേഴ്സ്. പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. സോ പൈ ഡി ബൈ പി വെച്ചിട്ടും കോയിൽ സ്പാനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് പുതിയ ടേംസ് ആണ് നമ്മൾ നോക്കിയത്. എന്താണ് ഫുൾ പിച്ച്ഡ് വൈൻഡിങ്ങും ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്ങും എന്താണെന്ന് നോക്കി. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് പോൾ പിച്ച് ആണ്. എന്താണ് പോൾ പിച്ച്? പോൾ പിച്ച് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബൈ വിച്ച് ദ വൈൻഡിങ് ഈസ് ഷോർട്ട് പിച്ച്ഡ്. നമ്മൾ നേരത്തെ കോയിൽ സ്പാൻ പറഞ്ഞു. കോയിൽ സ്പാൻ എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ടോ അല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സിനെയാണ് കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇത് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് വയ്ക്കുക. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഈ കോയിൽ വന്ന് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ എൻഡ് ചെയ്യുന്നത് ഈ ബ്ലൂ കളറിലെ ലൈനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെക്കുക. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ മാത്രമേ ഈ ഒരു കോയിൽ വന്ന് എൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ലെസ് ദാൻ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എത്രയിലാണ് വന്ന് എൻഡ് ചെയ്തത്, അതായത് ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഒരു ആൽഫ എന്ന് പറയുന്ന ഡിഗ്രി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പോൾ പിച്ച് ഈസ് കോസ് ആൽഫ ബൈ 2. സോ ആൽഫ എന്ന് പറയുന്നത് ടോട്ടൽ 180 ഉള്ളതിൽ നിന്ന് എത്രയോ ഷോർട്ട് പിച്ച് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത്. സോ ഈ 180യിൽ നിന്ന് ഈ ഒരു സ്പാൻ മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആൽഫ കിട്ടും. ദാറ്റ് ഈസ് കോയിൽ സ്പാൻ. ഇപ്പോൾ ആക്ച്വലി ഉള്ള കോയിൽ സ്പാൻ ആണ് ഈ ബ്ലൂ കളറിൽ വന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം വരേണ്ടത് 180 ആയിരുന്നു. ആ 180യിൽ നിന്ന് ഇപ്പോൾ ഉള്ള കോയിൽ സ്പാൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡിഗ്രി ആയിരിക്കും ആൽഫ. അതായത് ആക്ച്വൽ വേണ്ടതിൽ നിന്ന് കുറവുള്ള ഡിഗ്രി, അതാണ് ആൽഫ. ആ ആൽഫയുടെ കൊസൈൻ, ആൽഫ ബൈ 2ൻ്റെ കൊസൈൻ ഓഫ് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പോൾ പിച്ച് അഥവാ കെ പി വെച്ച് നമുക്ക് ഈ പോൾ പിച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യാം. കെ പി, ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബൈ വിച്ച് ദ വൈൻഡിങ് ഈസ് ഷോർട്ട് പിച്ച്ഡ്. ഇതാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നേരത്തെ ഫുൾ പിച്ച്ഡും ഷോർട്ട് പിച്ച്ഡും പറഞ്ഞു. നമ്മുടെ DC മെഷീൻസ് മിക്കവാറും എപ്പോഴും ഫുൾ പിച്ച്ഡ് ആയിരിക്കും. അത് ഷോർട്ട് പിച്ച്ഡ് ആയാലും ഫുൾ പിച്ച്ഡ് ആയാലും ഒരേ എഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ പിച്ച്ഡ് തന്നെയായിരിക്കും നമ്മൾ DC മെഷീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, DC മെഷീൻസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓൾട്ടർനേറ്റീവ്സ്, അതായത് AC മെഷീൻസ് വരുന്ന കേസിൽ നമ്മൾ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് യൂസ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഷോർട്ട് പിച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോൾ പിച്ചിനെ കുറിച്ച് പറയേണ്ടത്. ഇറ്റ് ഈസ് കോസ് ആൽഫ ബൈ 2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോസ് ആൽഫ ബൈ 2. ആൽഫ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് കോയിൽ സ്പാൻ.
180 ഡിഗ്രി മൈനസ് കോയിൽ സ്പാൻ. അപ്പോൾ എത്രയായിരിക്കും എന്ന് തന്നിരിക്കും. കോയിൽ സ്പാൻ അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോയിൽ സ്പാൻ എത്രയാണെന്ന് തന്നിരിക്കും. അതിൽ നിന്ന് 180 മൈനസ് 180യിൽ നിന്ന് ആ ഒരു നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. സോ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് പോൾ പിച്ച്. ഇത്രയാണ് പോൾ പിച്ചിനെ കുറിച്ച് അറിയേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ കോയിൽ സ്പാൻ പറഞ്ഞതുപോലെ തന്നെ പോൾ പിച്ചിന് വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഇസഡ് ബൈ പി. സെഡ് ബൈ പി എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി പോൾ പിച്ചിനുണ്ട്. സെഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് ചെയ്താലും നമുക്ക് കെ പി എന്താണെന്ന് കിട്ടും. അത് അറിഞ്ഞൂടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കോസ് ആൽഫ ബൈ 2 യൂസ് ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. എന്താണ് ഫ്രണ്ട് പിച്ച് എന്ന് നോക്കാം. ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിനിഷിംഗ് കോയിൽ സൈഡ് ഓഫ് ഫസ്റ്റ് കോയിൽ ടു ദ സ്റ്റാർട്ടിംഗ് കോയിൽ സൈഡ് ഓഫ് സെക്കൻഡ് കോയിൽ. ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം വേവ് വൈൻഡിങ്ങും ഇത് ലാപ്പ് വൈൻഡിങ്ങും ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ രണ്ടിലും എങ്ങനെയാണ് ഫ്രണ്ട് പിച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേവ് വൈൻഡിങ്ങിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് y സഫിക്സ് എഫ് എന്ന് മാർക്ക് ചെയ്യാം. അതായത് ഒരു കോയിലിൻ്റെ ഫിനിഷിംഗ് സൈഡ്, ഇതാണ് ഫിനിഷിംഗ് സൈഡ്. ഈ ഫിനിഷിംഗ് സൈഡും അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് പിച്ച്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിനിഷിംഗ് കോയിൽ സൈഡ് ഓഫ് ഫസ്റ്റ് കോയിലിൻ്റെ ഫിനിഷിംഗ് കോയിൽ സൈഡും ടു ദ സ്റ്റാർട്ടിംഗ് കോയിൽ സൈഡ് ഓഫ് സെക്കൻഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിൽ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാപ്പ് വൈൻഡിങ്ങിൽ നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് കോയിലിൻ്റെ ഫിനിഷിംഗ് സൈഡ് എന്ന് പറയുന്നത് ഇതും സെക്കൻഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിൽ സൈഡ് എന്ന് പറയുന്നത് ഇതുമാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് പിച്ച് അഥവാ YF എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഫ്രണ്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതുപോലത്തെ ഒന്നാണ് ബാക്ക് പിച്ച്. എന്താണ് ബാക്ക് പിച്ച്? ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു കോയിലിൻ്റെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ബാക്ക് പിച്ച് അഥവാ YB എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് വേവ് വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ്ങിൻ്റെ ഒരു കോയിൽ സൈഡും അടുത്ത കോയിൽ സൈഡും ദെൻ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബാക്ക് പിച്ച്. അതുപോലെ ലാപ്പ് വൈൻഡിങ്ങിൽ ഇതൊരു കോയിലിൻ്റെ ഒരു സൈഡ്, അതേ കോയിലിൻ്റെ അടുത്ത സൈഡ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഏത് കോയിൽ കിട്ടിയാലും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് പിച്ച്. ഇതും ഓൾവേസ് ആൻ ഓഡ് നമ്പർ ആയിരിക്കും. അടുത്തത് റിസൾട്ടൻറ്റ് പിച്ച്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പിച്ച് പഠിച്ചു, ബാക്ക് പിച്ച് പഠിച്ചു. ഇനി അടുത്തതാണ് റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ഓഫ് ടു അഡ്ജസൻറ്റ് കോയിൽ സൈഡ്സ്. ഇത് രണ്ട് കോയിലാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഇതാണ്. അതായത് ഫസ്റ്റ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് സൈഡ് എന്ന് പറയുന്നത് ഇതും സെക്കൻഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് സൈഡ് എന്ന് പറയുന്നത് ഇതുമാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ലാപ്പ് വൈൻഡിങ്ങിൽ ഫസ്റ്റ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് സൈഡ് ഇതും സെക്കൻഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് സൈഡ് ഇതുമാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് റിസൾട്ടൻറ്റ് പിച്ച്. ഇനി നമ്മളിപ്പോൾ ബാക്ക് പിച്ച് പഠിച്ചു, ഫ്രണ്ട് പിച്ച് പഠിച്ചു, റിസൾട്ടൻറ്റ് പിച്ച് പഠിച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താം. ആദ്യം നമുക്ക് വേവ് വൈൻഡിങ് തന്നെ നോക്കാം. വേവ് വൈൻഡിങ്ങിൽ ഇപ്പോൾ ഈ വരച്ചിട്ടിരിക്കുന്നത് റിസൾട്ടൻറ്റ് പിച്ചാണ്. ഈ വരച്ചിട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മൾ പഠിച്ച ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും കൂടെ വരയ്ക്കാം. അതായത് ബാക്ക് പിച്ച് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബാക്ക് പിച്ച് ആയിരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് പിച്ച്. എന്നാൽ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് പിച്ച് ആയിരുന്നത്, YF. സോ റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറയുമ്പോൾ ഈ ബാക്ക് പിച്ചിൻ്റെയും ഈ ഫ്രണ്ട് പിച്ചിൻ്റെയും കൂടെ സം ആയിട്ടായിരിക്കും വരുന്നത്. സോ in the case of wave winding, YR or resultant pitch is the sum of back pitch and front pitch. ബാക്ക് പിച്ചിൻ്റെയും ഫ്രണ്ട് പിച്ചിൻ്റെയും സം ആയിട്ടായിരിക്കും റിസൾട്ടൻറ്റ് പിച്ച് വരുന്നത്. അതുപോലെ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിസൾട്ടൻറ്റ് പിച്ച്. ഇനി ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഫ്രണ്ട് പിച്ച്, YF എന്ന് പറഞ്ഞത്. ഇനി ബാക്ക് പിച്ച് എന്ന് പറഞ്ഞത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ബാക്ക് പിച്ച്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ്
lap winding resultant pitch is the difference of back pitch and front pitch. ബാക്ക് പിച്ചിൽ നിന്ന്, അതായത് ഇത് ഇത്രയും ബാക്ക് പിച്ച്, ഇത്രയും ഫ്രണ്ട് പിച്ച്, ഈ ബാക്ക് പിച്ചിൽ നിന്ന് ഈ ഫ്രണ്ട് പിച്ച് മൈനസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റിസൾട്ടൻറ്റ് പിച്ച് കിട്ടുന്നത് ഇൻ ദ കേസ് ഓഫ് ലാപ്പ് വൈൻഡിങ്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് വൈൻഡിങ്ങിൽ ഈ പിച്ചുകളെല്ലാം കൂടെ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിലും നോക്കുക. ഇത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ബാക്ക് പിച്ച് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും, ഫ്രണ്ട് പിച്ച് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. സോ റിസൾട്ടൻറ്റ് പിച്ച് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. ഓക്കെ, ഇത്രയും കേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിച്ചുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവസാനത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേമാണ് കമ്മ്യൂട്ടേറ്റഡ് പിച്ച് അഥവാ YC എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. കമ്മ്യൂട്ടേറ്റഡ് പിച്ചിനെ YC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഈ കമ്മ്യൂട്ടേറ്റഡ് പിച്ച് ഇത്രയേ ഉള്ളൂ. അതായത് ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റിൽ അത് വന്ന് എൻഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഒരു കോയിൽ ഏത് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റിൽ നിന്ന് തുടങ്ങി ഏത് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റിൽ വന്ന് എൻഡ് ചെയ്യുന്നു, ആ ഡിസ്റ്റൻസിനെയാണ് കമ്മ്യൂട്ടേറ്റഡ് പിച്ച് എന്ന് പറയുന്നത്. വേവ് വൈൻഡിങ്ങിൽ കമ്മ്യൂട്ടേറ്റഡ് പിച്ച് കമ്പാരിറ്റീവ്ലി ലാപ്പ് വൈൻഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റിലാണ് ഇത് വന്ന് എൻഡ് ചെയ്യുന്നത്. സോ this distance is called commutator pitch in the case of wave winding. ലാപ്പ് വൈൻഡിങ് എടുക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റർ വളരെ അടുത്തടുത്തുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലാണ് ഇത് വന്ന് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, കോയിൽ സൈഡ്സ്. സോ ഫസ്റ്റ് കോയിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ പിച്ച് YC. ഇവിടെ അടുത്ത കോയിൽ സൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ പിച്ച്. അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഈ ടേംസ് എല്ലാം ഫെമിലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വൈൻഡിങ്ങിനെ കുറിച്ചും പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൽ പറയാത്ത ഒരു കാര്യമുണ്ട്, ആവറേജ് പിച്ച് ഉണ്ട്. ആവറേജ് പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആവറേജ് ഓഫ് ബാക്ക് പിച്ച് ആൻഡ് ഫ്രണ്ട് പിച്ച്, ദാറ്റ് ഈസ് YB + YF ഡിവൈഡഡ് ബൈ 2 എന്ന് വരും ആവറേജ് പിച്ച്. അത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയും പിച്ചുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവറേജ് പിച്ച് ഈസ് ദ ആവറേജ് ഓഫ് ബാക്ക് പിച്ച് ആൻഡ് ഫ്രണ്ട് പിച്ച്, ദാറ്റ് ഈസ് YB + YF ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇനി ഫൈനലായിട്ടൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഫോർ DC മെഷീൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫുൾ പിച്ച്ഡ് ആവാം അല്ലെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് ആവാം, ഏതായാലും പ്രശ്നമില്ല. ഫുൾ പിച്ച്ഡ് ആവും, ഷോർട്ട് പിച്ച്ഡും ആവാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ഫുൾ പിച്ച്ഡ് തന്നെയാണ്. സോ മെജോറിറ്റി DC മെഷീൻസ് ഫുൾ പിച്ച് തന്നെയായിരിക്കും. പക്ഷേ AC മെഷീൻസ് എപ്പോഴും ഷോർട്ട് പിച്ച്ഡ് തന്നെ വരാൻ പാടുള്ളൂ. അത് നമ്മൾ AC മെഷീൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ പഠിക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്താണ് റീസൺ എന്നൊക്കെ. എന്നാലും ജസ്റ്റ് പറയാം, AC മെഷീൻസ് എപ്പോഴും ഷോർട്ട് പിച്ച്ഡ് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഹാർമോണിക്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ദ ഹാർമോണിക്സ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ AC മെഷീൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റേഴ്സിനെയൊക്കെ ഷോർട്ട് പിച്ച്ഡ് ആക്കി വെച്ചിരിക്കുന്നത്. DC മെഷീൻസ് ഫുൾ പിച്ച്ഡോ ഷോർട്ട് പിച്ച്ഡോ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.